ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് സെഷനാണ് ചെയ്യുന്നത്. നോക്കാം ഒന്നാമത്തെ ചോദ്യം. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2003 മികച്ച സിനിമ ഏതായിരുന്നു? 2018 എന്ന സിനിമയാണ് JC ഡാനിയൽ ഫൗണ്ടേഷന്റെ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ മികച്ച സിനിമയ്ക്ക് അർഹമായ മൂവി എന്നത് 2018 എന്നതാണ്. വിലാസിനി നോവൽ പുരസ്കാരം ഏത് നോവലിനാണ് ലഭിച്ചത്? ഉച്ചാടനം എന്ന നോവലിനാണ്. നസീറയുടെ ഉച്ചാടനം എന്ന നോവലിനാണ് വിലാസിനി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് നസീറയുടെ ഉച്ചാടനം എന്ന നോവലിനാണ്. നസീറയുടെ ഉച്ചാടനം എന്ന നോവലിനാണ് വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് നടൻ ജഗതി ശ്രീകുമാറാണ്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് നടൻ ജഗതി ശ്രീകുമാറാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. 2024 ഐവറി പുരസ്കാരം നേടിയ ഗായിക ആണ് KS ചിത്ര. 2024 ഐവറി പുരസ്കാരം നേടിയത് ഗായിക KS ചിത്രയാണ്. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ മേധാവിയായി നിയമിതനായത്, അതായത് CRPFന്റെ മേധാവി ആരാണ്? വിധുൽ കുമാർ. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ മേധാവിയായി നിയമിതനായത് വിധുൽ കുമാറാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാൽ ആണ്. ഇദ്ദേഹം ഈ അടുത്തിടെയാണ് അന്തരിച്ചത്. അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായത്. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ആരാണ്? സസ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ KS മണിലാൽ ആണ്. 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ ആരാണ്? ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായവർ 2 പേരുണ്ട്. ഒരാള് അർമാൻഡോ, ഫുട്ബോൾ ആണ്. അർമാൻഡോയുടെ ഇനം ഫുട്ബോൾ ആണ്. രണ്ടാമത്തെ ആള് മുരളീധരൻ, മുരളീധരൻ ബാഡ്മിന്റൺ ആണ്. ഓർത്തിരിക്കുക. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവർ അർമാൻഡോ ഫുട്ബോളും മുരളീധരൻ ബാഡ്മിന്റണും ആണ്. ഓക്കെ, റിവൈസ് ചെയ്യാം. JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച സിനിമ ഏതാണ്? 2018 ആണ്. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് നസീറയ്ക്കാണ്, ഉച്ചാടനം എന്ന നോവലിന്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ആരാണ്? നടൻ ജഗതി ശ്രീകുമാറാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണനാണ്. 2024 ഐവറി പുരസ്കാരത്തിന്റെ ജേതാവ് ആരാണ്? ഗായിക KS ചിത്രയാണ്. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? വിധുൽ കുമാർ ആണ് കേട്ടോ. ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് ആരാണ്? സസ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ KS മണിലാൽ ആണ്. 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ ആരാണ്? ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ്. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവർ 2 പേരാണ്. അർമാൻഡോ ഫുട്ബോളും മുരളീധരൻ ബാഡ്മിന്റണും ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത സെറ്റ് ചോദ്യം നോക്കാം. 2024 രാഷ്ട്രീയ പ്രോത്സാഹൻ പുരസ്കാരത്തിന് അർഹമായത്? 2024 രാഷ്ട്രീയ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യക്കാണ് 2024 രാഷ്ട്രീയ പ്രോത്സാഹൻ പുരസ്കാരം ലഭ്യമായിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച മുബാറക് അൽ കബീർ എന്ന പുരസ്കാരം ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ്? കുവൈത്തിൻ്റെതാണ് കേട്ടോ.
ഈയിടെയായിട്ട് ഈ അടുത്ത് നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുള്ളതാണ് കുവൈത്തിന്റെ പരമോന്നത ബഹുമതിയായ മുബാറക് അൽ കബീർ എന്ന പുരസ്കാരം. മുബാറക് അൽ കബീർ എന്ന പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. കുവൈത്തിന്റെ പരമോന്നത ബഹുമതിയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഖേൽ രത്നയാണ് കേട്ടോ. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ് ഈയിടെയായിട്ട് പത്രങ്ങളിൽ നിറഞ്ഞൊരു പേരാണ് അല്ലെ, ഡി ഗുഗേഷ്. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. 2024 മികച്ച നടനുള്ള ജെസി ഡാനിയൽ ഫൗണ്ടേഷന്റെ പുരസ്കാരം നേടിയത് ആരാണ്? ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ് 2024 മികച്ച നടനുള്ള ജെസി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ടോവിനോ തോമസ്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയാണ്? ബേപ്പൂർ ആണ് കേട്ടോ. ബേപ്പൂർ 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന്റെ വേദി ബേപ്പൂരാണ്. ഒന്ന് റിവൈസ് ചെയ്യാം. 2024 രാഷ്ട്രീയ പ്രോത്സാഹൻ പുരസ്കാരത്തിന് അർഹമായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച മുബാറക് അൽ കബീർ പുരസ്കാരം ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ്? കുവൈത്തിന്റേതാണ്. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഡി ഗുഗേഷുമാണ്. 2024 മികച്ച നടനുള്ള ജെസി ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയതാരാണ്? ടോവിനോ തോമസ് ആണ്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന്റെ വേദി ബേപ്പൂർ. ഓക്കെ ആണോ? 2025 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജേതാക്കളായത് ആരാണ്? 2025 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജേതാക്കളായത് 2025 ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? 2025 ബ്രിക്സിൽ അംഗത്വം നേടിയത് ഇന്തോനേഷ്യ ആണ് കേട്ടോ. ഇന്തോനേഷ്യ ബ്രിക്സിൽ അംഗത്വം നേടുന്നത് 2025 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാണ്? 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ തൃശൂരാണ്. തൃശൂർ. അടുത്തത്, ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ 9 അംഗ കമ്മീഷനിൽ അധ്യക്ഷയായ മലയാളി കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ് കേട്ടോ. അഞ്ജു ബോബി ജോർജ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനിൽ 9 അംഗ അത്ലറ്റിക് കമ്മീഷനിൽ അധ്യക്ഷയായ മലയാളി കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? എം ലീലാവതിയാണ് കേട്ടോ. എം ലീലാവതി. 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് എം ലീലാവതിയാണ്. എം ലീലാവതി. പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം. വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ്? വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കിയത് ലോക ബാങ്ക് ആണ്. ലോക ബാങ്ക്. വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കുന്ന സംഘടന ഏതാണ്? ലോക ബാങ്ക് ആണ്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ എത്രാമത് വാർഷികമാണ് 2025? നമുക്കറിയാം, വാർഷികങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. അതൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് പഠിക്കുക കേട്ടോ. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ 150ാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്. ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജേതാക്കളായത് ആരാണ്? ഓസ്ട്രേലിയയാണ്. 2025 ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ തൃശൂരാണ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ 9 അംഗ അത്ലറ്റിക് കമ്മീഷനിൽ അധ്യക്ഷയായ മലയാളി കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. 2025 പ്രിയദർശിനി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് എം ലീലാവതിയാണ്. വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ലോക ബാങ്ക് ആണ്. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ 150ാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്. ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കാം. സംസ്ഥാനത്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആശുപത്രി. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, പ്രഥമ ഖോഖോ ആണ്. പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ എന്താണ്? പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നങ്ങളാണ് തേജസ് ആൻഡ് താര. തേജസ് ആൻഡ് താര.
കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ വിമാന കമ്പനി എയർ കേരള. എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൊച്ചിയാണ് കേട്ടോ, കൊച്ചി. അണ്ടർ-19 വനിതാ T20 ലോകകപ്പിന്റെ വേദിയാകുന്നത് എവിടെയാണ്? മലേഷ്യയാണ് കേട്ടോ, മലേഷ്യ. അണ്ടർ-19 വനിതാ T20 ലോകകപ്പിന്റെ വേദി എവിടെയാണ്? മലേഷ്യയാണ്. അണ്ടർ-19 വനിതാ T20 ലോകകപ്പിന്റെ വേദി മലേഷ്യ. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത്, 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്, ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ നിലവിൽ വന്നത്, ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ നിലവിൽ വന്നത് സിക്കിമിലാണ്, സിക്കിം. ഇന്ത്യയിലെ ആദ്യ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ നിലവിൽ വന്നത് സിക്കിമിലാണ്. റിവൈസ് ചെയ്തിട്ട് വരാം. സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ്? സ്കിൻ ബാങ്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആരംഭിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ്. പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ തേജസ് ആൻഡ് താര. കേരളത്തിലെ ആദ്യ വിമാന കമ്പനി എയർ കേരള. എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? കൊച്ചിയാണ്. അണ്ടർ-19 വനിതാ T20 ലോകകപ്പിന് വേദിയാകുന്നത് മലേഷ്യ. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? അത് സിക്കിമിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത സെറ്റ് നോക്കാം. ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പോർട്ടലിന്റെ പേരെന്താണ്? അതാണ് സഞ്ചാർ സാഥി പോർട്ടൽ. സഞ്ചാർ സാഥി പോർട്ടൽ. ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പോർട്ടലിന്റെ പേരാണ് സഞ്ചാർ സാഥി പോർട്ടൽ. സഞ്ചാർ സാഥി പോർട്ടൽ. സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് അങ്ങാടി കേരള ആപ്പ്. അങ്ങാടി കേരള ആപ്പ് എന്നത് സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് അങ്ങാടി കേരള ആപ്പ്. നിഖിൽ ബി. നിഖിൽ ബി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഖോഖോ ആണ് കേട്ടോ, ഖോഖോ. നിഖിൽ ബി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഖോഖോ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഇരവിമംഗലമാണ്. തൃശ്ശൂരിലെ ഇരവിമംഗലം. ഇരവിമംഗലം തൃശ്ശൂർ ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പിന്റെ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പാണ് ശൂന്യ. ഒന്നാം അന്താരാഷ്ട്ര ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഒന്നാം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്ത്. ഒന്നാം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയുടെ പേര് എന്താണ്? പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയുടെ പേരാണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്നത്. പാലക്കാട് ഗ്യാപ്പ് നമ്മൾ പറയാറുണ്ട്, ഹരിതവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേരെന്താണ്? ഗ്രീൻ ദി ഗ്യാപ്പ് എന്നതാണ്. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണ പദ്ധതിയുടെ പേരാണ് ഗ്രീൻ ദി ഗ്യാപ്പ്. ഓക്കെ, റിവൈസ് ചെയ്യാം. ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പോർട്ടലിന്റെ പേരെന്താണ്? സഞ്ചാർ സാഥി പോർട്ടൽ എന്നാണ്. സഞ്ചാർ സാഥി പോർട്ടൽ. സഹകരണ മേഖലയിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് അങ്ങാടി കേരള ആപ്പ്. നിഖിൽ ബി ഖോഖോ ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ഇരവിമംഗലത്താണ്. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരവിമംഗലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് എന്താണ്? ശൂന്യയാണ്. ശൂന്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ശൂന്യ. ഒന്നാം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്ത്. പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായുള്ള പദ്ധതിയുടെ പേര് എന്താണ്? ഗ്രീൻ ദി ഗ്യാപ്പ് എന്നതാണ്. ഗ്രീൻ ദി ഗ്യാപ്പ്. ഓക്കെ, അടുത്ത സെറ്റ്.
രാജ്യത്തെ ആദ്യ ഗ്രാമം തേൻ ഗ്രാമമാണ് കേട്ടോ. തേൻ ഗ്രാമം. രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. അന്താരാഷ്ട്ര സാഹസിക വിനോദ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. കേരളം. അന്താരാഷ്ട്ര സാഹസിക വിനോദ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. അന്താരാഷ്ട്ര സാഹസിക വിനോദ ചാമ്പ്യൻഷിപ്പ്. അന്താരാഷ്ട്ര സാഹസിക വിനോദ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തീരുമാനിച്ചത് കേരളം. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായി നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായി നിലവിൽ വരുന്നത്. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ്? കരുവന്നൂർ. കരുവന്നൂർ എന്ന ചെറുകഥ ആരുടേതാണ്? ടി പത്മനാഭന്റേതാണ് കേട്ടോ. ടി പത്മനാഭൻ. ടി പത്മനാഭന്റേതാണ് കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം. നഗരത്തിലെ വാഹന പാർക്കിംഗ് സുഗമമാക്കുന്നതിന് ആപ്പ് പുറത്തിറക്കിയ നഗരസഭ തിരുവനന്തപുരം നഗരസഭയാണ്. നഗരത്തിലെ വാഹന പാർക്കിംഗ് സുഗമമാക്കുന്നതിനായി ആപ്പ് പുറത്തിറക്കിയത് ഏത് നഗരസഭയാണ്? തിരുവനന്തപുരം നഗരസഭയാണ്. തിരുവനന്തപുരം നഗരസഭ. 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ഉത്തർപ്രദേശ്. 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ഹബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ഹബ്ബ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബിന് തറക്കല്ലിട്ടത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണം. റിവൈസ് ചെയ്യാം. രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം മഹാരാഷ്ട്ര. അന്താരാഷ്ട്ര സാഹസിക വിനോദ ചാമ്പ്യൻഷിപ്പ് നടത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഭാഗമായി നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ്? ടി പത്മനാഭനാണ് കേട്ടോ. ടി പത്മനാഭൻ. നഗരത്തിലെ വാഹന പാർക്കിംഗ് സുഗമമാക്കുന്നതിനായി ആപ്പ് പുറത്തിറക്കിയ നഗരസഭ ഏതാണ്? തിരുവനന്തപുരം നഗരസഭയാണ്. 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മികച്ച ടാബ്ലോയ്ക്കുള്ള അവാർഡ് നേടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ഹബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണം. ആദ്യ ഹരിത ഹൈഡ്രജൻ ഹബ് വിശാഖപട്ടണം. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാം സ്ഥാനമാണ്. 3ാം സ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിമാണ്. സിക്കിം. ഇന്ത്യയിലെ ആദ്യ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിമാണ്. മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ പ്രഥമ പരിഗണന പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് ആടുജീവിതം. ആടുജീവിതം. മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ പ്രഥമ പരിഗണന പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് ആടുജീവിതം. ആടുജീവിതം. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്ത്. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയാണ്? 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വർ ആണ് കേട്ടോ. ഭുവനേശ്വർ. അടുത്തത്, അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനു വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയുടെ പേരാണ് സമന്വയ. സമന്വയ. എന്തിനു വേണ്ടിയാണ് സമന്വയ? അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് സമന്വയ പദ്ധതി. സമന്വയ പദ്ധതി. ഒന്ന് റിവൈസ് ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 3ാമതാണ് കേട്ടോ. 3ാമത്. ഇന്ത്യയിലെ ആദ്യ ജൈവ മത്സ്യബന്ധന ക്ലസ്റ്റർ ആരംഭിച്ചത് സിക്കിമിലാണ്.
മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ പ്രഥമ പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതമാണ്. ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് എടുക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വറാണ്. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയാണ് സമന്വയ. 2030 ശൈശവ വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യമേതാണ്? നേപ്പാൾ ആണ് കേട്ടോ. നേപ്പാൾ 2030 ശൈശവ വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ചത് നേപ്പാളാണ്. 2030 ശൈശവ വിവാഹം നിർത്തലാക്കുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച രാജ്യം ഏതാണ്? നേപ്പാളാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.